കാര്യക്ഷമതയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്താണ് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് ഭരണം ഏറ്റെടുത്തത്. പക്ഷേ അതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് മലയാളികൾ അനുഭവിച്ചറിഞ്ഞതാണ്. ഇപ്പോൾ CAG റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. കഴിഞ്ഞ 2023-ലെയും 2024-ലെയും ഒക്കെ നമ്മുടെ ധനപ്രതിസന്ധിയുടെ കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതാണ് ആ റിപ്പോർട്ട്. 2023-ലെ റിപ്പോർട്ടിൽ എന്താണ് പ്രധാനമായിട്ടും പറയുന്നത്? റവന്യൂ കുടിശ്ശിക പിരിച്ചെടുക്കാനുള്ളത് 28,000 കോടി, 28,552 കോടി, അങ്ങനെ അധികപ്പറ്റുള്ളത് ഞാൻ ഓർമ്മിക്കുന്നില്ല. 28,000 കോടി എന്ന് തന്നെ കണക്കിലാക്കി. 28,000 കോടിയിലധികമാണ് റവന്യൂ കുടിശ്ശിക പിരിച്ചെടുക്കാനുള്ളത്. അപ്പോൾ ഓർമ്മിക്കണം, ധനപ്രതിസന്ധി ഉള്ളതൊക്കെ മറികടക്കാനായിട്ടാണ് കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴിയും ഒക്കെ കടമെടുത്തത്. അത് തീർന്നില്ല. അതുപോലെ തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ്റിനോട് വഴക്കടിച്ചത്. ഫിനാൻസ് കമ്മീഷൻ തരുന്നില്ലെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള വാഗ്വാദം, വരുമാന സമാഹരണത്തിന് ഉള്ള പഴുതുകൾ അടച്ച് ആ വരുമാന സമാഹരണം വേണ്ട രീതിയിൽ നടത്താതെയാണ് ഇത്തരം കയ്യാങ്കളിയുമായി മുൻപോട്ട് പോയിരുന്നത്. ഇനി 2024 ഓർക്കുക, 2024 കണക്കനുസരിച്ച് 24,972 കോടി അതാണ് പിരിച്ചെടുക്കാനുള്ള നികുതി കുടിശ്ശികയുള്ളതായിട്ട് CAG രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ പറയപ്പെട്ട വർഷങ്ങളിലൊന്നും CAG പറയുന്നത് ഈ നികുതി കുടിശ്ശികയെപ്പറ്റി മാത്രമല്ല, ഇതിനേക്കാളും ഉപരിയായിട്ട് മറ്റു പല വരുമാനങ്ങളും, പല തരത്തിലുള്ള പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങൾ പ്രയോജനപ്പെടുത്തിയില്ല. അതുപോലെ തന്നെ ഇവരറിയാതെ, അതായത് ഖജനാവ് അറിയാതെ തന്നെ ഖജനാവിൽ നിന്ന് പണം പിടുങ്ങിയവരുമുണ്ട്. ഉദാഹരണത്തിന് ഒറ്റ എക്സാമ്പിൾ എടുത്താൽ മതി. പലതരത്തിലുള്ള പെൻഷൻസ് വാങ്ങുന്നവർ, സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ വാങ്ങുന്ന 62 ലക്ഷം പേരുണ്ടെന്നാണ് പിണറായി വിജയൻ ഗവൺമെൻറ് സാധാരണ ഉച്ചായിസ്തരം ഉദ്ഘോഷിക്കാറുള്ളത്. അതായത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് 42 ലക്ഷമായിരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻകാരുടെ എണ്ണം 62 ലക്ഷമാക്കി ഞങ്ങൾ ഉയർത്തി എന്നാണ് അവരെല്ലായ്പ്പോഴും വായ്ത്താരി അടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ CAG എന്താ പറയണമെന്നൊന്ന് ആലോചിച്ച് നോക്കണം. CAG പറയുന്നത് ഒരേ പേഴ്സൺ തന്നെ പല പെൻഷൻസ് വാങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ പറയപ്പെട്ട അംഗവൈകല്യത്തിനുള്ള പെൻഷൻ, വിഡോ ആകുന്നതിനുള്ള പെൻഷൻ, പിന്നെ അങ്ങനെ പല സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, ഇങ്ങനെ പല പെൻഷൻസ് ഒരേ വ്യക്തി എല്ലാ ജില്ലകളിലും, ആ കണക്ക് തിരിച്ച് CAG പറയുന്നുണ്ട്. ഓരോ ജില്ലകളിലുമുള്ള ഈ വിവിധ തരം പെൻഷൻസ് സ്വന്തം പോക്കറ്റിലേക്ക് വാങ്ങി വയ്ക്കുന്നവരുടെ രേഖ കൃത്യമായിട്ട് ജില്ല തിരിച്ച് തന്നെ CAG രേഖപ്പെടുത്തുന്നുണ്ട്. അതും അവിടെയും തീരുന്നില്ല. മരിച്ചുപോയവർ പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു വർഷങ്ങളോളം. അപ്പോൾ എവിടെയാണ് ഇതിൻ്റെയൊക്കെ സോഫ്റ്റ്വെയറുടെ സുതാര്യത ഇരിക്കുന്നത്, അതിൻ്റെ കാര്യക്ഷമത ഇരിക്കുന്നത്? ഇതൊക്കെ ആരാണ് നോക്കി നടത്തുന്നത്? അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാതെയാണ്, അതായത് പിന്നെ അതുപോലെ തന്നെ CAG ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊന്നുണ്ട്, വകമാറ്റി ചെലവഴിക്കൽ. അതാണ് ഏറ്റവും വലിയ തമാശ. LDF ഗവൺമെൻറ് കാലത്ത് നാം കേട്ടുകൊണ്ടിരുന്ന ഏറ്റവും വലിയ തമാശ. ആ തമാശ പുറത്തു കൊണ്ടുവന്നതും CAG തന്നെയാണ്, വകമാറ്റി ചെലവഴിക്കൽ. ഈ വകമാറ്റി ചെലവഴിക്കലിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കുവാണെങ്കിൽ ഇഷ്ടം പോലെ കാണാനും കേൾക്കാനും കഴിയും. ഉദാഹരണത്തിന് നമുക്കറിയാമല്ലോ, ഹോൾഡിങ്സ്, ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ഗവൺമെൻറ്റിന് പിണറായിയുടെ ഹോൾഡിംഗ്, പിണറായി അല്ലാതെ വേറെ ആരുണ്ട് എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഹോൾഡിങ്സ് ഈ സംസ്ഥാനം മുഴുവനും അങ്ങോളം ഇങ്ങോളം ഓരോ ഹോൾഡിങ്സിനും എത്രയായിരം രൂപയുടെ ചിലവ് വന്നിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കണം. അതുപോലെ തന്നെ ഈ പറയപ്പെട്ട PR വർക്ക്, എത്ര PR ഏജൻസീസിനെയാണ് അപ്പോയിൻ്റ് ചെയ്തത്? അങ്ങനെ PR വർക്കിന് വേണ്ടി എന്തുമാത്രം തുകയാണ് മാറ്റി വെച്ചത്? അപ്പോൾ ഇതിൻ്റെ കൂടെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ 172 ഭവനങ്ങൾ കഴിഞ്ഞ ഓണത്തിന് മുൻപേ അസൈൻ ചെയ്ത് കൊടുത്തു എന്നാണ് പറഞ്ഞത്. അത് ഓണം ആകുമ്പോഴേക്കും, ഓണത്തിന് മുൻപേ കൊടുത്തപ്പോൾ ഇനി കുറച്ച് പണിയും കൂടെ തീരാനുണ്ട്, അതും കൂടി ഞങ്ങൾ തീർത്ത് കൊടുത്തിരിക്കും ഓണത്തിന് മുൻപ് എന്ന് പറഞ്ഞു. പക്ഷേ അതുകൂടി തീർത്ത് കൊടുക്കാൻ ഓണത്തിന് മുൻപ് പറ്റിയില്ല. അപ്പോഴാണ് നമ്മൾ അറിയണേ ബാക്കി ഭവനങ്ങളുടെ ഫണ്ട് എവിടെ പോയി.
അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതാ CAG റിപ്പോർട്ടിൽ പറയുന്നു 262 കോടിയിലധികം ദുരിതാശ്വാസ നിധിയിലേക്ക് കേന്ദ്രം നൽകിയ ഫണ്ട്, ആ ഫണ്ടിൽ തന്നെ 262 കോടിയിലേറെ വകമാറ്റി ചെലവഴിച്ചു എന്നാണ്. വകമാറ്റൽ എന്ന് പറയുന്നത് ഒരു ശാപമായിരുന്നു കേരളത്തിന് മേൽ. കേരളം തിരഞ്ഞെടുത്ത ഗവൺമെൻറ്, അതായത് നമ്മുടെ വോട്ട് ചെയ്ത് നമുക്ക് വേണ്ട ശാപം പിടിച്ചു പറ്റുന്നു. അങ്ങനെയാണ് ഈ വകമാറ്റൽ കാണുമ്പോൾ നമുക്ക് പറയാൻ തോന്നുക. അതായത് സർവവും നഷ്ടപ്പെട്ട്, പ്രളയം മൂലം സർവവും നഷ്ടപ്പെട്ട്, ജീവിക്കാനുള്ള ആശ പോലും നഷ്ടപ്പെട്ട ഒരു ജനതയെ നിങ്ങളെ ഞങ്ങൾ റീഹാബിലിറ്റേറ്റ് ചെയ്യാം, നിങ്ങളെ ഞങ്ങൾ പുനരധിവസിപ്പിക്കാം എന്ന് പറഞ്ഞു കൊടുത്ത വാഗ്ദാനം, ആ വാഗ്ദാനം ഒരു പരിധി വരെ മാത്രം നടപ്പാക്കിയത് 1 വർഷം 8 മാസം കഴിഞ്ഞാണ്. ആ 1 വർഷം 8 മാസം കഴിഞ്ഞ് കൊടുത്തതും ശരിയായിട്ടല്ല കൊടുത്തത്. അപ്പോഴാണ് കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിയപ്പോൾ കേന്ദ്രം CAG ഈ കണക്ക് പുറത്തു വിടുന്നത് 262 കോടിയിലധികം വകമാറ്റിയെന്ന്. അതായത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് വേണ്ടി ലഭിച്ച ഫണ്ട് പോലും വകമാറ്റി. അതുപോലെ തന്നെയാണല്ലോ നമുക്കറിയാം, CAG ചൂണ്ടിക്കാണിക്കാതെ തന്നെ നമുക്കറിയാം, നവകേരള സദസ്സ് നടത്തിയപ്പോൾ എങ്ങനെയാണ് പണം ദുർവിനിയോഗം ചെയ്തതും നികുതി പിരിവിന് ആപ്പിട്ടതും. അതായത് സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്യാൻ മേധാവികൾക്ക്, ഓരോ വകുപ്പിൻ്റെയും മേധാവികളോട് അവരുടെ ആ വകുപ്പിൽ നിന്ന് കഴിയുന്നത്ര, വകുപ്പുമായി ബന്ധപ്പെട്ട് കഴിയുന്നത്ര സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്ത് കമേഴ്ഷ്യൽ ഇൻ്റലിജൻസിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാണ് അന്ന് അവാർഡ് വരെ കൊടുത്തതൊക്കെ നവകേരള സദസ്സ് നടത്തി കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഒരു കാര്യമാണ്, ഈ കോടികളുടെ സ്പോൺസർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ അത് നികുതിദായകരായിരിക്കും, അതായത് വ്യാപാരികളോ വ്യവസായികളോ ഒക്കെ ആയിരിക്കുമല്ലോ ഇങ്ങനെ സ്പോൺസർഷിപ്പ് എടുക്കുന്നത്. അവരോട് പിന്നെ നികുതി കൊണ്ടേ അടയ്ക്കട എന്ന് പറയാൻ ആർക്കെങ്കിലും അവകാശമുണ്ടോ? പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് കോടികൾ തന്നത് മറന്നുപോയോടോ എന്നും ഈ പറയപ്പെട്ട മേധാവി IAS-കാരനാണെങ്കിലും ഏത് കാരനാണെങ്കിലും അല്ലെങ്കിൽ DGP ആണെങ്കിലും അങ്ങോട്ട് തിരിച്ച് ചോദിക്കും, ഈ സ്പോൺസർഷിപ്പിന് വേണ്ടി കോടികൾ മുടക്കിയ വ്യവസായിയോ വ്യാപാരിയോ. അപ്പോൾ ഇതുപോലെ അങ്ങനെ വകമാറ്റി ചെലവഴിക്കുന്നു. ഒരു വശത്ത് സ്പോൺസർഷിപ്പ് വഴി ചെലവഴിക്കുന്നു, ഒരു വശത്ത് PR വർക്കിന് വേണ്ടി ചെലവഴിക്കുന്നു. ഇങ്ങനെ പോകുന്ന ചെലവുകൾ നവകേരള സദസ്സ് മാത്രമല്ല, നമുക്കറിയാം അത് കഴിഞ്ഞ് എൻ്റെ കേരളം, അവസാനത്തേതായിരുന്നു എൻ്റെ കേരളം, കേരളീയം, നവകേരള സദസ്സ്, എൻ്റെ കേരളം, അതുകൂടാതെ ലോക കേരള സഭ, അതുപോലെ എത്രയെത്ര കാര്യങ്ങളാണ് അവസാനത്തെ 5 വർഷം കൊണ്ട് നടപ്പാക്കിയത്. ഈ നടപ്പാക്കിയതിനൊക്കെ ഖജനാവിൽ നിന്ന് ഫണ്ട് വേണം. അതിനൊന്നും പ്ലാൻ ഫണ്ടോ നോൺ പ്ലാൻ ഫണ്ടോ ആയിട്ട് ബജറ്റിലൊന്നും വക കൊള്ളിച്ചിട്ടുള്ളതല്ല. അപ്പോൾ അതിനൊക്കെയുള്ള ഫണ്ട് എവിടുന്നാണ് വരിക? ഓരോ വകുപ്പുകൾക്ക് കൊടുക്കുന്ന പ്ലാൻ ഫണ്ടോ നോൺ പ്ലാൻ ഫണ്ട് എടുക്കാനൊക്കില്ല. കാരണം നോൺ പ്ലാൻ ഫണ്ടെന്ന് പറഞ്ഞാൽ ശമ്പളം, പലിശ, പെൻഷൻ ഇതൊക്കെ കൊടുക്കുന്നത് ഈ നോൺ പ്ലാൻ ഫണ്ടിൽ നിന്നാണ്. അപ്പോൾ അതിൽ നിന്ന് വകമാറ്റി ചെലവഴിക്കാൻ ഒക്കില്ല. വകമാറ്റാൻ പറ്റുന്നത് ഏതാണ്? പ്ലാൻ ഫണ്ട് മാത്രം. അപ്പോൾ വകുപ്പുകളുടെ പ്രവർത്തനം 40%-ലും 80%-നും ഇടയ്ക്ക് എന്ന് പറയുന്നു. ഏതെങ്കിലും വകുപ്പ് 80% വരെ പ്ലാൻ ഫണ്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. എനിഹാവ് അങ്ങനെ പദ്ധതികൾക്ക് വേണ്ടി കൊടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് കിട്ടിയില്ല, അവർക്ക് ലഭിച്ചില്ല, അവർക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റിയില്ല. സംസ്ഥാന ഗവൺമെൻറ് വകുപ്പുകളുടെ ഫണ്ടും കിട്ടിയില്ല. ഇതൊക്കെ വകമാറ്റി പോവുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടോ അതിനേക്കാൾ വലിയ ഒരു ചൂണ്ടിക്കാണിക്കൽ CAG നടത്തിയത് ഓഡിറ്റിംഗ് ഇല്ല, ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് ഇല്ല എന്നുള്ളതാണ്. അതായത് സംസ്ഥാന ഗവൺമെൻറ് നടത്തുന്ന ഈ തെറ്റായ കാര്യങ്ങൾ, അതായത് വകമാറ്റി ചെലവഴിക്കൽ, അനാവശ്യമായി PR വർക്കിന് വേണ്ടി ഫണ്ട് കൊടുക്കൽ, അതുപോലെ ഈ ശമ്പളവും പെൻഷനും മറ്റുമൊക്കെ പറ്റുന്ന സോഫ്റ്റ്വെയറുകളിലെ അപാകത മൂലം ഒരേ വ്യക്തി തന്നെ പല പെൻഷൻ വാങ്ങൽ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന CAG തന്നെ പറയുന്ന മറ്റൊന്നാണ് ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് നടത്തുന്നില്ല. എങ്ങനെ ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് നടത്തുന്നത്? ഈ പറയപ്പെട്ട രീതിയിൽ ഫണ്ടെല്ലാം വകമാറ്റുന്നു.
കൊടുത്ത പർപ്പസിനല്ല ആ ഫണ്ട്, ബജറ്റിൽ വക കൊള്ളിച്ചിരിക്കുന്ന പർപ്പസിനല്ല. മെഡിക്കൽ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഫണ്ട് മെഡിസിനല്ല ഉപയോഗിക്കുന്നത്, മെഡിക്കൽ വിഭാഗത്തിനല്ല ഉപയോഗിക്കുന്നത്, ഇതുപോലെയുള്ള മറ്റു വിഭാഗങ്ങൾക്കാണ്. നമ്മൾ കണ്ടല്ലോ, നമ്മുടെ വൈറ്റ് പേപ്പറിൽ തന്നെ 2517 കോടിയോ മറ്റാണ് കാരുണ്യ ബെനവളൻ സ്കീമിന് തന്നെ കൊടുത്തു തീർക്കാനുള്ളത്, അത് കുടിശ്ശികയായിട്ട് കിടക്കുന്നത്. മെഡിക്കൽ കോർപ്പറേഷന് കുടിശ്ശികയുണ്ട്, സപ്ലൈകോയുടെ കോൺട്രാക്ടേഴ്സിന് കുടിശ്ശിക, എവ്രിവെയർ കുടിശ്ശികയാണ്. അപ്പോൾ ഇങ്ങനെ കുടിശ്ശിക വരുന്നത് എന്തുകൊണ്ടാണ്? ഈ വകമാറ്റി ചെലവഴിക്കൽ കൊണ്ടാണ്. വകമാറ്റി ചെലവഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓഡിറ്റിംഗ് പറ്റത്തില്ലല്ലോ, ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് പറ്റത്തില്ല. ഗവൺമെൻറ്റിൻ്റെ ഓഡിറ്റേഴ്സ് വന്ന് നോക്കുമ്പോൾ ഫണ്ടെല്ലാം വകമാറ്റി ചെലവഴിക്കുക, അതപ്പോൾ പുറത്തു വരും. അങ്ങനെ ഓഡിറ്റിംഗ്, ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സിനെ കൊണ്ട് ഓഡിറ്റ് ചെയ്യിക്കുന്നില്ല, CAG കുറ്റപ്പെടുത്തിയിട്ടുള്ളതാണ്. അങ്ങനെ ഓഡിറ്റിംഗ് നടത്താതിരിക്കുന്ന സാഹചര്യത്തിൽ CAG പറയും, ദാ ഞങ്ങൾ ഓഡിറ്റിങ്ങിന് വരുന്നു ഇന്ന വകുപ്പുകളിലേക്ക് എന്ന് നോട്ടീസ് കൊടുക്കും. അപ്പോൾ പെട്ടെന്ന് തരികിട ആയിട്ട് ഈ ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സിനോട് പറയും നിങ്ങൾ ഓഡിറ്റ് നടത്തിക്കോളാൻ. അങ്ങനെ ഓഡിറ്റ് നടത്തിയിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ തിരിച്ചറിയാൻ പോകുന്നത് എത്രമാത്രം ഫണ്ട് വകമാറ്റി, ഏതൊക്കെ തരത്തിൽ മിസ്യൂസ് ചെയ്തു, ഇത്തരം കാര്യങ്ങളാണ് പുറത്തു വരിക. അപ്പോൾ ഇങ്ങനെ സത്യം പറഞ്ഞാൽ മുഴുവൻ ഈ പറയപ്പെട്ട കാപട്യത്തിൻ്റെ, കാര്യക്ഷമതയില്ലായ്മയുടെ ഒക്കെ കഥകളാണ് CAGക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളുടെ, കഴിഞ്ഞ 10 വർഷത്തെ എന്ന് പറയുന്നത് തന്നെ ശരിയായിരിക്കും, ഓഡിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ CAG കള്ളം പറയേണ്ട ആവശ്യമില്ല. CAG കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. സംസ്ഥാന ഗവൺമെൻറ്റിനെയും കേന്ദ്ര ഗവൺമെൻറ്റിനെയും ഓഡിറ്റ് ചെയ്ത് ഒരുപോലെ പിടിച്ചു നിർത്തുന്ന, ക്വസ്റ്റ്യൻ ചെയ്യുന്ന അധികാരമുള്ള ഒരു അതോറിറ്റിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ CAG പറഞ്ഞ കഥയായതുകൊണ്ട് ഇത് നമുക്ക് വിശ്വസിക്കാവുന്ന കഥയാണ്. കഴിഞ്ഞ ഗവൺമെൻറ്റിന് പറയാൻ ഒരുപാട് സ്വന്തം കഥകൾ കാണും, ഇതൊക്കെ നീതീകരിച്ചുകൊണ്ട്. അതാണല്ലോ ഇപ്പോൾ അവർ അനുദിനം അസംബ്ലിയിൽ രോഷാകുലരാകുന്നതും അവരുടെ കപട ഇറങ്ങിപ്പോക്കും മറ്റു കാര്യങ്ങളുമൊക്കെ നടത്തുന്നത്.